നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 13/3/2026 വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കൂടുകയാണ്. ഈ കോട്ടയം മാർക്കറ്റ് വില നോക്കുമ്പോൾ RSS 4 കിലോ 215 രൂപ 50 പൈസ, RSS 5 കിലോ 210 രൂപ 50 പൈസ, ISNR 20 188, ലാറ്റക്സ് 60% DRCന് 145 രൂപ 80 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 215 രൂപ 50 പൈസ, RSS 5 കിലോ 210 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയുള്ള ഒട്ടുപാൽ കിലോ 140, 60% DRCയുള്ള ഒട്ടുപാൽ കിലോ 105. കേരളത്തിൻ്റെ മറ്റിനെ ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 206, ലോട്ട് കിലോ 187 മുതൽ 192 രൂപ. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 206, RSS 5 കിലോ 203. വിദേശ നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 236 രൂപ 11 പൈസ, RSS 5 കിലോ 235 രൂപ 67 പൈസ. ഇനി ഫീൽഡ് ലാറ്റക്സ് വ്യാപാരി വില 195, ഫാക്ടറി വില 205. വിശദമായി നോക്കുമ്പോൾ 25% DRC ഉള്ള 200 ലിറ്റർ പാരലിന് 9750, 30% DRC ഉള്ള 200 ലിറ്റർ പാരൽ 11700, 35% DRC ഉള്ള 200 ലിറ്റർ പാരലിന് 13650. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 207 രൂപ 50 പൈസ, RSS 5 കിലോ 202 രൂപ 50 പൈസ, ISNR 20 180 മുതൽ 150 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 118 മുതൽ 130 രൂപ. ഞങ്ങളുടെ പ്രദേശത്ത് ഇന്നലെ ചെറിയൊരു മഴയൊക്കെ പെയ്തു. ഇപ്പോൾ ടാപ്പിംഗ് തുടങ്ങാറായില്ല. ശരിയായി തണുത്തതിന് ശേഷം മാത്രമേ ടാപ്പിംഗ് ചെയ്യാനുള്ള അവസരം കിട്ടൂ. അതേസമയം റബ്ബറിൻ്റെ ചുള്ളിക്കമ്പൊക്കെ എടുത്ത് ശേഖരിച്ച് വെക്കാൻ തുടങ്ങി ആൾക്കാർ. കാരണം ഗ്യാസിൻ്റെ ദൗർലഭ്യം കാരണം ഇനി പഴയതുപോലെ ഗ്യാസ് പെട്ടെന്ന് കിട്ടത്തില്ല. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് വില 14,870, ഒരു പവന് 1,12,960. അതുപോലെ 24 ക്യാരറ്റ് രൂപ 16,222, ഒരു പവന് 1,29,776. അതുപോലെ 18 ക്യാരറ്റ് രൂപ 12,167, ഒരു പവൻ 97,336. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 100 രൂപ, ഒരു പവൻ്റെ മുകളിൽ 800 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ ചകരിയുള്ള 40 മുതൽ 60, വെളിച്ചെണ്ണ ലിറ്റർ 410, കൊപ്ര എടുത്തപടി 151, കൊക്കോ 300, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാതരക്കുരു 1880, കയർ ഇടക്കയർ 10, കരിപ്പുരുട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോട് കൂടി 300, കച്ചോലം ഉണങ്ങിയത് 500, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പു 925, നെല്ല് കിൻഡൽ 2500, പിണ്ണാക്ക് എസ്പെലർ 43, റോട്ടറി 44, കുരുമുളക് കൺകാറുള്ള കിലോ 696, കുരുമുളക് കാറുള്ള കിലോ 716, കുരുമുളക് പുതിയത് 686, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സെല 185, വാഴക്കുളം പൈനാപ്പിൾ പച്ച 46, പഴം 55, വയനാടൻ 695, ചേട്ടൻ 685. കാപ്പിക്കുരു 36,000 ഉണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏകദേശം ഏപ്രിൽ 20-നും 30-നും ഇടയിൽ ആണ്. തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യമാണ് ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷന് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഉടനെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി ഉടനെ പ്രഖ്യാപിക്കും. മിക്ക സ്ഥാനാർത്ഥികളും റെഡിയായിരിക്കുകയാണ്. ശരി, തിരഞ്ഞെടുപ്പായിരിക്കും. LDF 3ാം ഘട്ടം വരണമെന്നും വളരെ വാശിയോടെയാണ് നിൽക്കുന്നത്. അതേസമയം ഭരണം അവസാനിച്ച് UDF ഭരണം പിടിക്കുവാൻ വളരെ ആത്മാർത്ഥമായോടും നിൽക്കുകയാണിപ്പോൾ. ജനാധിപത്യ പ്രക്രിയയിൽ നമുക്കും പങ്കാളികളാവാം. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമേണ്ട കേട്ടിരുന്ന് വളരെ നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് മറക്കല്ലേ.